ഹായ് വൺ സി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ്. ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ സെന്റൻസ് നോക്കുക. ഹെഡ് ഓഫീസ് സെൻസ് ഗുഡ്സ് ടു ദി ബ്രാഞ്ച് ഓൺ ദി ഇൻവോയ്സ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് കോസ്റ്റ് പ്രൈസ്. അതായത് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ കോസ്റ്റ് പ്രൈസിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇൻവോയ്സ് പ്രൈസിൽ സാധനങ്ങൾ അയക്കാം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞത്, ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ കോസ്റ്റ് പ്രൈസിന് പകരം ഇൻവോയ്സ് പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ അയക്കാം. അതുമാത്രമല്ല, ഇൻ ദ ഇൻവോയ്സ് പ്രൈസ് there are two price included. ഇൻവോയ്സ് പ്രൈസിനകത്ത് രണ്ട് പ്രൈസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസും മറ്റൊന്നെന്താണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജും. മനസ്സിലായല്ലോ? അപ്പൊ എന്തോ ഞാൻ പറഞ്ഞേ, ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു ക്വസ്റ്റ്യനകത്ത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിന്റെ പ്രോബ്ലം ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നോക്കുക, കോസ്റ്റ് പ്രൈസിനോടൊപ്പം എന്ത് തരും, പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിരിക്കും. അത് രണ്ടും കൂടെ ചേരുമ്പോഴായിരിക്കും എന്തെന്ന് പറഞ്ഞത്, ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇവിടെ പെൻസിൽ റേറ്റ് ഉണ്ട്, കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജും. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ എന്താ ശരിക്കും പറഞ്ഞാല്, ഒരു ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ കോസ്റ്റ് പ്രൈസിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇൻവോയ്സ് പ്രൈസിൽ സാധനങ്ങൾ അയക്കാം. അതോടൊപ്പം തന്നെ ഇൻവോയ്സ് പ്രൈസിനകത്ത് രണ്ട് പ്രൈസുകൾ ഉൾപ്പെടുത്താം. ഒന്നേതാണ്, കോസ്റ്റ് പ്രൈസും മറ്റൊന്ന് പ്രോഫിറ്റ് പെർസെൻറ്റേജും. കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജ് ചേരുമ്പോഴായിരിക്കും എന്താവുന്നത്, ഇൻവോയ്സ് പ്രൈസിന്റെ മെത്തേഡ് പ്രോബ്ലം ആണ് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ the difference between cost price and invoice price in the loading or profit added. അപ്പൊ എന്തോ ഞാൻ പറഞ്ഞ, കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ലോഡിങ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ലോഡിങ്ങിന് പറഞ്ഞതാണ് കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ലോഡിങ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി, എവിടെയൊക്കെയാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? അപ്പൊ എവിടെയൊക്കെയാന്ന് പറയുന്നത് നോക്കി. അണ്ടർ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് ഗുഡ്സ് സപ്ലൈഡ് ടു ബ്രാഞ്ച്. കണ്ടോ, ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ അവിടെയും ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച്, നമ്മള് ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയക്കല്ലോ, അപ്പൊ അവർക്ക് വേണമെങ്കിൽ അവിടുന്ന് റിട്ടേൺ ചെയ്യാം. അപ്പൊ അവിടെയും എന്തുണ്ട്, ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്, നമ്മള് ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് പഠിച്ചു ഓർമ്മട്ടോ, ബാലൻസ് ബി ഡി സി ഡി. അപ്പൊ അവിടെ രണ്ടും എന്തിനാ, ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ആർ ഓൾ റെക്കോർഡ് ഓൾ ഇൻവോയ്സ് പ്രൈസ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ എന്താ ഞാൻ പറഞ്ഞ, ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരം ഇൻവോയ്സ് പ്രൈസ് എവിടെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം, നാലിടത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. എവിടെയൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ, അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അവിടെ ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടെന്താണ്, ബ്രാഞ്ചിൽ നിന്നും സാധനങ്ങൾ എത്തിയ ശേഷം അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്യാം. അപ്പൊ അതും എന്താണ്, ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇൻവോയ്സ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നാലിടത്ത് മാത്രമേ ഇൻവോയ്സ് പ്രൈസ് ചെയ്യത്തുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അതോടൊപ്പം തന്നെ ആൻഡ് ഫൈനലി ദ ലോഡ് ഈസ് റിമൂവ്ഡ് ബൈ പാസിംഗ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അപ്പൊ എന്ത് പറഞ്ഞിരിക്കുന്ന, അവസാനം അഡ്ജസ്റ്റിംഗ് എൻട്രീസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോഡിങ് ഒഴിവാക്കും. നമ്മളിപ്പോ നാലെണ്ണം പറഞ്ഞില്ലേ, ആ നാലെണ്ണത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റിംഗ് എൻട്രി വഴി ലോഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുമാത്രമല്ല, ഇൻ അഡീഷൻ ടു ദ എൻട്രീസ് ആർ പാസ്ഡ് അണ്ടർ കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. കണ്ടോ, കോസ്റ്റ് പ്രൈസ് മെത്തേഡ് പ്രകാരം പാസ് ചെയ്യുന്ന എൻട്രികൾക്ക് പുറമേ നമ്മള് കോസ്റ്റ് പ്രൈസ് മെത്തേഡിന്റെ ബ്രാഞ്ച് അക്കൗണ്ട് പഠിച്ചു ഓർമ്മയുണ്ടോ? ആ എൻട്രി നമ്മൾ എൻട്രി പോസിറ്റീവ് രീതി പഠിച്ചു ഓർമ്മയുണ്ടല്ലോ. ആ എൻട്രിക്ക് പുറമെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിന്റെ എൻട്രിയും കൂടെ ചേർക്കാം. മനസ്സിലായോ? അപ്പൊ വളരെ സിമ്പിൾ ആണ്, ഒരു പാടില്ല. നിങ്ങളുടെ പഴയ ബ്രാഞ്ച് അക്കൗണ്ട് ഇല്ലയോ, ആ ബ്രാഞ്ച് അക്കൗണ്ട് എടുത്തിട്ട് ആ എല്ലാ ഐറ്റംസിനോടൊപ്പം തന്നെ ആരും കൂടെ വരും, ഈ പറഞ്ഞ 4 ഐറ്റംസിന്റെ എൻട്രിയും കൂടെ കയറി വരും. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ.
അപ്പൊ നമുക്ക് ആ ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കറുപ്പ് പേന തയ്ക്കുന്നുണ്ടോ? തന്റെ സ്റ്റോക്ക് റിസർവ്, ലോഡിംഗ്, ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടോ? ഇവിടെ നോക്കി, നിങ്ങളുടെ ഡെബിറ്റ് സൈഡില് ബാലൻസ് മേടിക്കാത്ത ബ്രാഞ്ച് സ്റ്റോക്കിൽ ഇരിക്കുന്നുണ്ടോ? അത് ഓപ്പണിംഗ് അല്ലേ? അപ്പൊ അതിന്റെ ലോഡിംഗ് എവിടെ വേണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം കേട്ടോ. എവിടെ വേണമെങ്കിലും ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ക്രെഡിറ്റ് സൈഡിൽ എവിടെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ, താഴെ മുകളിൽ എവിടെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് മുകളിൽ എഴുതാവും കേട്ടോ. എന്ന് വെച്ചാൽ അതിന്റെ താഴെ ആയിപ്പോയത്, അതിന്റെ മുകളിൽ അല്ലെങ്കിൽ മുകളിലേക്ക് ഐറ്റം അതിന്റെ നടുക്കോ എവിടെയെങ്കിലും ഇരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിന് ലോഡിംഗ് സംഭവിക്കുന്ന എവിടെയാണ്? താണ്ട് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കേട്ടോ. അതെന്താന്ന് പറഞ്ഞുതരും, സ്റ്റോക്ക് റിസർവ് കണ്ടല്ലോ. ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എവിടെ ആയിരിക്കും? താണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം കേട്ടോ. അതായത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ബ്രാഞ്ച് സ്റ്റോക്ക് ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോഡിംഗ് എവിടെ ആയിരുന്നത്? താണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കണ്ടല്ലോ. ഓക്കെ, ഇനി ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ക്ലോസിംഗ് നമ്മൾ എവിടെ ഇരിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് അല്ലെ? അപ്പൊ അതിന്റെ ലോഡിംഗ് എവിടെ എത്തും? അത് ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ്. അത് രണ്ടും നമ്മൾ സ്റ്റോക്ക് റിസർവിലേക്കാണ് മാറ്റുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ഹെഡ് ഓഫീസ് നമ്മൾ സാധനങ്ങൾ അയക്കും ചെയ്യുന്നത്, നമ്മുടെ സാധനം എവിടെ ഇരിക്കുന്നത്? ഡെബിറ്റ് സൈഡിലാണ് അല്ലെ? അപ്പൊ അതിന്റെ ലോഡിംഗ് എവിടെ ഇരുന്നത്? ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും അല്ലെ? താണ്ടെ കൊച്ച് സെറ്റ് ബ്രാഞ്ച് കേട്ടോ, അതിന്റെ ബ്രാഞ്ചിൽ ലോഡിംഗ് ഇരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ റിട്ടേൺ ചെയ്യുന്ന എവിടെ ഇരിക്കുന്നത്? ഇവിടെ നമ്മുടെ സാധനം കൊച്ച് സെറ്റ് ബ്രാഞ്ച് റിട്ടേൺ അല്ലെ? അപ്പൊ അതിന്റെ ലോഡിംഗ് എവിടെ എഴുതും? ഡെബിറ്റ് സൈഡ് കേട്ടോ. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പണിംഗ് ബ്രാഞ്ച് സ്റ്റോക്ക് ഇവിടെ എഴുതുവാണെങ്കിൽ അതിന്റെ ലോഡിംഗ് എവിടെ എഴുതും? താണ്ടെ ക്രെഡിറ്റ് സൈഡ്. അതെന്താന്ന് പറഞ്ഞു? സ്റ്റോക്ക് റിസർവ്. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ബ്രാഞ്ച് സ്റ്റോക്ക് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഡിംഗ് എവിടെ എഴുതും? അത് ക്രെഡിറ്റ് സൈഡ് എഴുതും. അതും സ്റ്റോക്ക് റിസർവ് പറഞ്ഞിട്ട് ലോഡിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടോ. ഇനി നമ്മൾ കൊച്ച് സൈഡ് ബ്രാഞ്ച് എഴുതുന്നത് ഡെബിറ്റ് സൈഡ് അല്ലേ? അപ്പൊ അതിന്റെ ലോഡിംഗ് എവിടെ എഴുതും? അത് ക്രെഡിറ്റ് സൈഡ് എഴുതും. താണ്ടെ കൊച്ച് സൈഡ് ബ്രാഞ്ചിനായിട്ട് അതിന്റെ ബ്രാക്കറ്റ് ലോഡിംഗ് എഴുതും. നമ്മുടെ റിട്ടേൺ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എഴുതും? ഡെബിറ്റ് സൈഡ് എഴുതും കേട്ടോ. കൊച്ച് സൈഡ് ബ്രാഞ്ചിനായിട്ട് ബ്രാക്കറ്റ് റിട്ടേൺ ലോഡിംഗ് കണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ കോസ്റ്റ് പ്രൈസിൽ എൻട്രീസ് എങ്ങനെ എഴുതും? നമ്മൾ സാധാരണ താണ്ടെ നമ്മൾ അല്ലാതെ ഉള്ള എൻട്രീസ് കണ്ടോ, ആ എൻട്രീസിന് പുറമെ ഈ 4 എൻട്രീസും കൂടെ ചേർത്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എൻട്രി പറഞ്ഞു. അപ്പൊ ക്രെഡിറ്റ് സൈഡ് നമ്മുടെ കറുപ്പ് പേരുടെ 2 അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞു? സ്റ്റോക്ക് റിസർവും അല്ലെ? കൊച്ച് സൈഡ് ബ്രാഞ്ച്. അപ്പൊ എൻട്രി പറഞ്ഞു സ്റ്റോക്ക് ഈ സൈഡാണ് നോക്കണമെങ്കിൽ പറഞ്ഞു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ നരേഷൻ എഴുതും ലോഡിംഗ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അത്ര ഉള്ളൂ. ഇനി അടുത്ത പറഞ്ഞു കൊച്ച് സൈഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. നരേഷൻ എഴുതും ലോഡിംഗ് ടു കൊച്ച് സൈഡ് ടു ബ്രാഞ്ച് ഓഫ് ലോഡിംഗ് കണ്ടോ. വളരെ സിമ്പിൾ ആണ്, ഒരു പാടില്ല. ഓക്കെ, ഇനി ഈ സൈഡാണ് വരുന്നല്ലോ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. നരേഷൻ എഴുതും ലോഡിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി അടുത്ത പറഞ്ഞേ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് കൊച്ച് സൈഡ് ബ്രാഞ്ച് കണ്ടോ. നരേഷൻ എഴുതും ലോഡിംഗ് ഓൺ കൊച്ച് സൈഡ് ബ്രാഞ്ച് ആയിട്ട് റിട്ടേൺ എണ്ണാം കണ്ടോ. ഇത്ര ഉള്ള വ്യത്യാസം, ഒരു പാടുമില്ല കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റിന് കണ്ടു കഴിഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസ് പറ്റേണ്ട പ്രോബ്ലം എങ്ങനെ മനസ്സിലാവും? കോസ്റ്റ് പ്രൈസിനോടൊപ്പം ആര് വരണം? പ്രോഫിറ്റ് പെർസെന്റേജ് വേണം. അപ്പൊ രണ്ടും കൂടെ ചേർത്താണ് എന്ത് ചെയ്യുന്നത്? ഇൻവോയ്സ് പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര വേണം? അപ്പൊ നമ്മള് താണ്ടെ അവരതിന്റെ താഴെ 4 എൻട്രീസ് കാണിച്ചിട്ടുണ്ട്. ഈ എൻട്രീസ് നമ്മൾ എന്തിട്ടുണ്ട്? ഫോർമാറ്റിനകത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, ഒരു പാടുമില്ല കേട്ടോ. ജസ്റ്റ് ലോജിക്കിന് മനസ്സിലാക്കിയിട്ട് നടത്തി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം അടുത്ത വീഡിയോ കൂടെ കാണിച്ചു തരാം.